നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗവും അതിന് മറുപടിയായി പുറത്തു വന്ന ചില അവിശ്വസനീയമായ സംഭവങ്ങളുമാണ് ഇതിൻ്റെ എല്ലാം പ്രധാന തുടക്കം. പാർലമെന്റിൽ അദ്ദേഹം രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ചും ഇഡിയറ്റുകളെക്കുറിച്ചും അതുപോലെ അന്ധഭക്തന്മാരെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഈ പ്രസംഗം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ഇതിനിടയിലാണ് ബംഗാൾ സ്വദേശിയായ അർപ്പിത ചാറ്റർജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ട്വീറ്റ് സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗത്തിന് മറുപടിയായി അവർ എഴുതിയ വരികൾ ശരിക്കും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഞാനൊരു അന്ധഭക്തയാണ്. ഞാൻ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എനിക്ക് ഇംഗ്ലീഷിലും എഡ്യൂക്കേഷനിലുമായി 2 മാസ്റ്റേഴ്സ് ഡിഗ്രിയുണ്ട്. ഇപ്പോൾ ഞാൻ PhDയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നീളുന്നതായിരുന്നു അവരുടെ ആ കുറിപ്പ്. അതായത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ ആ വിഭാഗത്തിൽ അഭിമാനത്തോടെ താനുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ആ വ്യക്തി. എന്നാൽ ഈ ട്വീറ്റ് പുറത്തു വന്നതിന് പിന്നാലെ നടന്ന കാര്യങ്ങളാണ് ഏറെ കൗതുകകരവും ചിന്തനീയവുമായ വിഷയം. ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെന്നും താനൊരു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറാണെന്നും വലിയ തോതിൽ അവകാശപ്പെട്ടെത്തിയ ആ വ്യക്തി എഴുതിയ ആ ചെറിയ 4 വരി ഇംഗ്ലീഷ് വാചകങ്ങളിൽ നോക്കിയാൽ ഒന്നിനു പുറകെ ഒന്നായി ഗുരുതരമായ ഗ്രാമർ തെറ്റുകളാണ് കാണാൻ സാധിക്കുന്നത്. ഒട്ടും അടിസ്ഥാനമില്ലാത്ത തെറ്റുകൾ നിറഞ്ഞ ആ കുറിപ്പ് കണ്ടപ്പോൾ ആളുകൾ ശരിക്കും അമ്പരന്നുപോയി. ഇവിടെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി എത്രമാത്രം കൃത്യമായിരുന്നു എന്ന് നമ്മൾ വീണ്ടും ഓർത്തുപോകുന്നത്. സത്യത്തിൽ രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത്? വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സത്യത്തിനും യാഥാർത്ഥ്യങ്ങൾക്കും വേണ്ടി, തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സദാസമയവും ശബ്ദിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ ഇഡിയറ്റുകൾ എന്ന് പറഞ്ഞാൽ തങ്ങൾ മാത്രമാണ് എല്ലാം തികഞ്ഞവരെന്നും തങ്ങൾക്കാണ് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുമുള്ള അഹങ്കാരത്തോടെ ആരെയും കേൾക്കാൻ തയ്യാറാകാത്ത, ബാക്കിയുള്ളവരോടൊക്കെ പരമമായ പുച്ഛം വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗമാണ്. ഇനി അന്ധഭക്തർ എന്ന് പറഞ്ഞാൽ ഈ ഇഡിയറ്റുകളുടെ കള്ളങ്ങളിൽ വീണ് അവരാണ് വലിയ സംഭവങ്ങളെന്ന് തെറ്റായി വിശ്വസിച്ച് അവരുടെ പിറകെ കണ്ണടച്ച് നടക്കാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ്. അർപ്പിത ചാറ്റർജിയുടെ ആ പോസ്റ്റ് ഈ 3 വിഭാഗങ്ങളെയും സമൂഹത്തിന് മുന്നിൽ കൃത്യമായി തുറന്നു കാട്ടുന്ന ഒന്നായി മാറി. എന്നാൽ ഇത് കേവലം ഒരാളുടെ മാത്രം ഒറ്റപ്പെട്ട പ്രശ്നമായി ചുരുക്കിക്കെട്ടാൻ നമുക്ക് കഴിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന ചില വാർത്തകൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്താണ് ആ വാർത്തകൾ? കടലാസിൽ മാത്രം നിലനിൽക്കുന്ന വ്യാജ കോളേജുകളെ കുറിച്ചുള്ളതാണ് ആ വാർത്തകൾ. അതായത് രേഖകളിൽ മാത്രം ഒരു കോളേജുണ്ട്. ആ കോളേജിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. മാസം തോറും ജീവനക്കാർക്ക് വലിയ രീതിയിൽ ശമ്പളം നൽകുന്നുണ്ട്. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഫണ്ടായി കൈപ്പറ്റുന്നുണ്ട്. വർഷാവർഷം 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ് ഔട്ടായി പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ അങ്ങനെ ഒരു കോളേജോ അതിനുള്ള ബിൽഡിങ്ങോ ലബോറട്ടറിയോ ലൈബ്രറിയോ ഒന്നുമില്ല എന്നതാണ് കൈപ്പുള്ള സത്യം. ഇല്ലാത്ത കോളേജുകൾക്ക് സർക്കാർ പൊതുഖജനാവിൽ നിന്ന് കോടികളാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. പാവങ്ങളുടെ നികുതിപ്പണം ഇങ്ങനെ വെള്ളം പോലെ ചെലവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? ക്വാളിഫിക്കേഷനോ കാര്യമായ അറിവോ ഒന്നുമില്ലാത്ത, എന്നാൽ പുറമോടിക്ക് മാത്രം എഡ്യൂക്കേറ്റഡ് ആണെന്ന് സമൂഹത്തിന് മുന്നിൽ വരുത്തി തീർക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളെ ഇങ്ങനെ സംഘടിതമായി വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ RSSും സംഘപരിവാറും എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ധർമ്മേന്ദ്ര പ്രധാൻ എന്നത് അവിടെ ഒരു മുഖം മാത്രമാണ്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയെ അടിമുടി തകർക്കുക എന്ന വലിയൊരു അജണ്ടയാണ് ഇതിന് പിന്നിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത കോളേജിൽ ഇല്ലാത്ത വിദ്യാർത്ഥികൾ പഠിച്ച് പാസ് ഔട്ട് ആകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിർമ്മിക്കപ്പെടുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ്. ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൈക്കലാക്കി രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട കസേരകളിലും ഇത്തരം ആളുകൾ കയറി പറ്റുന്നു.
ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശം. രാജ്യത്ത് വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി കടന്നു വരുന്ന അഭിഭാഷകരെ കുറിച്ചും മറ്റുദ്യോഗസ്ഥരെ കുറിച്ചുമാണ് അദ്ദേഹം വളരെ ഗൗരവത്തോടെ സൂചിപ്പിച്ചത്. ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കാണുന്ന ഈ പേപ്പർ കോളേജുകൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പ്രധാന കേന്ദ്രങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു കാര്യമുണ്ട്. RSSന് ഒരിക്കലും രാജ്യത്ത് ഒരു നല്ല അറിവുള്ള, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു തലമുറയെ ആവശ്യമില്ല. വെൽ എഡ്യൂക്കേറ്റഡും മികച്ച ക്വാളിഫിക്കേഷനുമുള്ള ഒരു തലമുറ വളർന്നു വന്നാൽ അവർക്ക് ഈ പറയുന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല. എല്ലാവരെയും പണം കൊടുത്ത് വിലക്കെടുക്കാനും കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അവർ ചിന്തിക്കുന്ന തലമുറയ്ക്ക് പകരം സർട്ടിഫിക്കറ്റുകൾ മാത്രം കയ്യിലുള്ള യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു വ്യാജ തലമുറയെ ബോധപൂർവം സൃഷ്ടിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ അടക്കമുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി വേണം നമ്മൾ കാണാൻ. വിദ്യാഭ്യാസ മേഖലയിലെ റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കാൻ വേണ്ടി ഇത്തരം വലിയ തട്ടിപ്പുകളാണ് അവർ നടത്തുന്നത്. കയ്യിൽ ഒരു കൂട്ടം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകും, പക്ഷേ അടിസ്ഥാനപരമായ ഒരു അറിവുമില്ല. അതാണ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ആ പ്രൊഫസറുടെ കാര്യത്തിലും നമ്മൾ കണ്ടത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ പോസ്റ്റിൽ അടിസ്ഥാനപരമായ ഇംഗ്ലീഷ് പോലും തെറ്റുന്നുവെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ ഒറിജിനാലിറ്റിയും വിലയും എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ സാധാരണക്കാരായ ആളുകൾ വന്ന് ആ തെറ്റുകളെല്ലാം ഓരോന്നായി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായ ഇംഗ്ലീഷ് വാചകം പോലും തെറ്റില്ലാതെ എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എന്നാണ് ആളുകൾ വളരെ ശക്തമായി ചോദിക്കുന്നത്. എത്രമാത്രം ഗൗരവമുള്ളൊരു ചോദ്യമാണിത്. യോഗ്യതയില്ലാത്ത ഇത്തരം ആളുകൾ നാളെ രാജ്യത്തിൻ്റെ പല നിർണായക മേഖലകളിലും ചെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നവരായി മാറിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്താകും? ഒരു വശത്ത് യഥാർത്ഥത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന പല യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബുൾഡോസർ രാജ് വെച്ച് തകർത്തെറിയുമ്പോൾ മറുവശത്ത് ഇത്തരത്തിലുള്ള കടലാസ് കോളേജുകൾക്ക് കോടികൾ വാരി കോരിക്കൊടുക്കുന്നു. ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് ഒരേ ഒരു കാര്യമാണ്: ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത എന്നാൽ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ മാത്രമുള്ള ഒരു കൂട്ടം ആളുകളെ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുക. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ്. അദ്ദേഹം അതൊരു സിദ്ധാന്തമായി പറഞ്ഞപ്പോൾ ഇത്തരം അന്ധഭക്തന്മാർ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രാക്ടിക്കലായി ചെയ്ത് കാണിച്ചു കൊടുത്തു എന്ന് മാത്രം. എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. വരുന്ന നാളുകളിൽ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഇതുകൂടാതെ ഈ വിഷയത്തിന്റെ മറ്റൊരു വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റ് ലോബികൾ അതിവേഗം വളരുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പുറന്തള്ളപ്പെടുകയും അർഹതയില്ലാത്തവർ സ്വാധീനത്തിന്റെയും വ്യാജരേഖകളുടെയും പുറത്ത് ഉന്നത പദവികൾ കൈയടക്കുകയും ചെയ്യുന്ന അവസ്ഥ രാജ്യത്തിന്റെ സുരക്ഷയെയും പുരോഗതിയെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ നാളത്തെ തലമുറയുടെ നിലനിൽപ്പിന്റെയും ഭാവിയുടെയും പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നാം ഗൗരവമായി ചർച്ച ചെയ്യുകയും വ്യാജ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെടുകയും വേണം. അറിവാണ് യഥാർത്ഥ ശക്തിയെന്നും വ്യാജ സർട്ടിഫിക്കറ്റുകൾക്ക് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ലെന്നുമുള്ള തിരിച്ചറിവ് ഓരോ പൗരനും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.